എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെ ആസ്പദമാക്കി ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, साधारणतः परीक्षा में कविता की कुछ पंक्तियां देकर प्रश्न पूछेंगे. അപ്പോൾ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് കവിതയുടെ ഏതാനും വരികൾ തന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. कवि और कविता का परिचय देते हुए कवितांश पर आस्वादन टिप्पणी लिखें. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വരികൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. യാ അല്ലെങ്കിൽ കവിതാംശ് पर आस्वादन टिप्पणी लिखें ऐसा भी पूछेंगे. ഈ കവിതാഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക ഇങ്ങനെയും ചോദിക്കാറുണ്ട്. देखिए, ये टिप्पणी लेखन के लिए परीक्षा में 4 अंक मिलेंगे. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്നതിന് പരീക്ഷയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് 4 മാർക്കാണ്. यदि परीक्षा में पूरा का पूरा अंक प्राप्त करना है तो അപ്പോൾ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നമുക്ക് ലഭ്യമാകണമെങ്കിൽ, അപ്പോൾ ഈ 4 മാർക്കും പരീക്ഷയ്ക്ക് ലഭ്യമാകണമെങ്കിൽ हमें ये जानकारी होना बहुत जरूरी है कि एक टिप्पणी कैसे लिखना चाहिए. ഒരു ആസ്വാദന കുറിപ്പ് എപ്രകാരമാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. परीक्षा में आस्वादन टिप्पणी लिखते समय हमें मुख्यतः 4 बातों पर ध्यान देना आवश्यक है. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് നാം പ്രധാനമായിട്ട് 4 കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. पहली बात तो यह है कि एक टिप्पणी में भूमिका की जरूरत है. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ അതിൽ ആദ്യം എന്തെഴുതേണ്ടത് ആവശ്യമാണ്? ഭൂമിക ലിഖന ആവശ്യം है, അല്ലെങ്കിൽ ഭൂമിക की जरूरत है. അതിനൊരു ആമുഖം എഴുതേണ്ടത് ആവശ്യമാണ്. दूसरी बात है कि टिप्पणी में कविता या पंक्तियों का विश्लेषण होना है. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ആസ്വാദന കുറിപ്പിൽ കവിതയുടെ അല്ലെങ്കിൽ അതിലെ വരികളുടെ ഒരു വിശകലനം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. तीसरी बात है कि टिप्पणी में एक उपसंहार होना है. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് टिप्पणिയിൽ എന്തുണ്ടാവണം? एक उपसंहार होना है, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. और चौथी बात है कि टिप्पणी को उचित शीर्षक भी देना है. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് टिप्पणिക്ക് അനുയോജ്യമായൊരു പേര് കൊടുക്കേണ്ടതും ആവശ്യമാണ്. ठीक है बच्चों, हताशा से एक व्यक्ति बैठ गया था नामक कविता के आधार पर परीक्षा में टिप्पणी लिखने के लिए प्रश्न कैसे पूछेंगे. कोई हताशा से एक व्यक्ति बैठ गया था എന്ന ഈ കവിതയെ അടിസ്ഥാനമാക്കി പരീക്ഷയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്നതിന് പ്രശ്ന കേസെ പൂछेंगे എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? हाँ, इसका प्रश्न तो इस प्रकार होंगे. അപ്പോൾ ഇതിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമായിരിക്കും. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बैठाया. कवि और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखे. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതാഭാഗത്തിന് അല്ലെങ്കിൽ ഈ വരികൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക. ഇത്തരത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. देखिए बच्चों, इस कवितांश पर टिप्पणी लिखते समय हमें पहले क्या लिखनी है. അപ്പോൾ ഈ ഒരു കവിതാംശത്തിന് അല്ലെങ്കിൽ ഈ വരികൾക്ക് ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? हाँ, हमें पहले ഭൂമിക लिखनी है. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഒരു ആമുഖമാണ് എഴുതേണ്ടത്. ഭൂമിക में कवि, कविता और विषय का परिचय देना है. അപ്പോൾ ആമുഖത്തിൽ നാം പ്രധാനമായിട്ടും പ്രതിപാദിക്കേണ്ടത് ഈ വരികൾ എഴുതിയ കവി ആരാണ്, അത് ഏത് കവിതയിൽ നിന്നുള്ള വരികളാണ്,
ആ കവിതയിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് അതിന്റെ ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. तो यहाँ हम भूमिका के रूप में लिख सकते हैं. ഇവിടെ നമുക്ക് ആമുഖമായിട്ട് എഴുതാൻ കഴിയുന്നത് ശ്രീ വിനോദ് कुमार शुक्ल समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है. ശ്രീ വിനോദ് कुमार शुक्ल വർത്തമാനകാല ഹിന്ദി സാഹിത്യ രംഗത്ത് കവി കഥാകൃത്ത് എന്ന നിലയ്ക്ക് विख्यात है, വളരെ प्रसिद्धनाम. आपकी सुंदर एवं सरल कविता है हताशा से एक व्यक्ति बैठ गया था. അദ്ദേഹത്തിന്റെ വളരെ മനോഹരവും ലളിതവുമായ കവിതയാണ് ഹതാശാ സെ ഏക വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന ഈ കവിത. നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. इस कविता में कवि व्यक्ति को जानने की हमारी जानी पहचानी रूढ़ी को तोड़ देते हैं. അപ്പോൾ ഈ കവിതയിൽ കവി ഒരു വ്യക്തിയെ അറിയുക എന്നതിന് ഹമാരി ജാനി പേച്ചാനി രൂഢിക്കോ, നാം മനസ്സിലാക്കിയിരിക്കുന്ന ആ ട്രഡീഷണൽ മീനിങ്ങിനെ അല്ലെങ്കിൽ പരമ്പരാഗതമായ ആ അർത്ഥത്തെ തോട് ദേത്തേഹെ, പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. കവിയെ കുറിച്ച് പറഞ്ഞു, ഒപ്പം അത് ഏത് കവിതയിൽ നിന്നുള്ള വരികളാണെന്ന് പറഞ്ഞു, ആ കവിതയിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്നും ഇവിടെ സൂചിപ്പിച്ചു. आगे हमें कवितांश यानी पंक्तियों का विश्लेषण करना है. അപ്പോൾ ഇനി നാം ചെയ്യേണ്ടത് ഈ കവിതാംശത്തെ അല്ലെങ്കിൽ ഈ വരികളെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഈ വരികളിലൂടെ കവി പ്രതിപാദിക്കുന്ന ആശയത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആമുഖം എഴുതി കഴിഞ്ഞു, ഇനി വരികളുടെ ഒരു വിശകലനമാണ് വേണ്ടത്. യഹാ ഹമേ പങ്ക്തിയോं का ആശയ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വരികളുടെ ആശയം, ഭാഷ, അതിന്റെ ഭാഷാശൈലി, രൂപരചന മേനെ വിശേഷ പ്രയോഗ, വരികളിലെ സവിശേഷമായ പദപ്രയോഗങ്ങൾ, പ്രതീക്, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ, തുക്, പ്രാസമൊപ്പിച്ച് വരികൾ എഴുതിയിരിക്കുന്നത്, ഗീതാത്മകത, കവിതയുടെ താളാത്മകത, ആദി पर विश्लेषण करना है, മുതലായവയെ കുറിച്ച് വിശകലനം ചെയ്യുകയാണ് വേണ്ടത്. यहाँ हम तथ्यों के समर्थन के लिए पंक्तियों का उल्लेख भी कर सकते हैं. അപ്പോൾ ഇവിടെ നമുക്ക് വസ്തുതകളെ സമർത്ഥിക്കുന്നതിന് കവിതയിൽ നിന്നുള്ള ആ വരികളെയും പ്രതിപാദിക്കാവുന്നതാണ്. तो देखिए इन पंक्तियों का विश्लेषण किस प्रकार कर सकते हैं. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ള ഈ വരികളെ വിശകലനം ചെയ്യുന്നതെന്ന്. कविता की प्रस्तुत पंक्तियों में कवि कहते हैं कि एक व्यक्ति हताश होकर बैठ गया था. അപ്പോൾ കവിതയുടെ ഈ വരികളിലൂടെ കവി നമ്മോട് പറയുകയാണ്, एक व्यक्ति हताश होकर बैठ गया था. ഒരു മനുഷ്യൻ അവിടെ വളരെയധികം നിരാശനായിട്ട് വിഷമതയോടുകൂടി ഇരിപ്പുണ്ടായിരുന്നു. वो व्यक्ति कौन है? ആരാണ് ആ മനുഷ്യൻ? उसका नाम, पता, उम्र, ओहदा, जाति आदि के संबंध में कोई जानकारी कवि को नहीं था. അപ്പോൾ ആ മനുഷ്യന്റെ നാം, പേര്, പദ, അവന്റെ അഡ്രസ്, ഉമ്ര, അവന്റെ വയസ്സ്, ഓഗ്ദ, അവന്റെ പദവി, ജാതി, അവൻ ഏത് ജാതിയിലുള്ള ആളാണ്, മുതലായവയെ കുറിച്ചുള്ള കോയി ജാൻകാരി കവിക്കോ നഹീം ഥ, യാതൊരു വിധമായ അറിവും കവിക്ക് ഉണ്ടായിരുന്നില്ല. ലേക്കിൻ സിർഫ് ഏ ജാൻതേ ഥേ കി വോ വ്യക്തി ഹതാശ് ഹെ. എന്നാൽ കേവലം ഏ ജാൻതേ ഥേ, ഇക്കാര്യം മാത്രം കവിക്ക് അറിയാമായിരുന്നു. വോ വ്യക്തി ഹതാശ് ഹെ, ആ മനുഷ്യൻ വല്ലാതെ വിഷമത്തിലാണ് എന്ന്, നിരാശനാണ് എന്ന് അറിയാമായിരുന്നു. ഉസേ മദദ് കി ജരൂരത് ഹെ, ആ വ്യക്തിക്ക് തന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് അറിയാമായിരുന്നു. ഇസ്ലിയെ കവി ഉസ്കെ പാസ് ജാത്തെ ഹെ, അതുകൊണ്ട് കവി ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നു. और उसकी ओर अपना हाथ बैठाते हैं, എന്നിട്ട് ആ മനുഷ്യന്റെ നേർക്ക് തന്റെ കരങ്ങളെ നീട്ടുന്നു. അർത്ഥാത് उसकी सहायता करने के लिए तैयार होते हैं, അതായത് ആ മനുഷ്യനെ സഹായിക്കുന്നതിന് കവി തയ്യാറാകുന്നു. അപ്പോൾ വരികളുടെ ആശയം പ്രതിപാദിച്ചു കഴിഞ്ഞാൽ തുടർന്ന് കവിതയുടെ ഭാഷ, അതിന്റെ രൂപരചന മുതലായവയെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫിൽ ചർച്ച ചെയ്യുന്നത്. देखिए കവിത की ഭാഷ सरल है. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് വളരെയധികം ലളിതമാണ്.
अतः इसे व्याख्या की जरूरत नहीं है. അതുകൊണ്ട് തന്നെ ഈ കവിതയ്ക്ക് പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല. यहाँ कवि ने जानना शब्द के लिए एक विशेष अर्थ दे दिया है. ഇവിടെ കവി ജാന്ന എന്ന ആ വാക്കിന് ഒരു സവിശേഷമായ അർത്ഥം തന്നെ നൽകുന്നുണ്ട്. वैयक्तिक जानकारी के स्थान पर हताशा को जानने को महत्व देते हैं. वैयक्तिक जानकारी के स्थान पर വ്യക്തിപരമായി അറിയുന്ന ആ സ്ഥാനത്ത് ഹതാശാക്കു ജാനേക്കു മേത്തു ദേത്തെ ഹെ, ആ ഒരു വ്യക്തിയുടെ നിരാശയെ അറിയുന്നതിന് കവി പ്രാധാന്യം കൽപ്പിക്കുന്നു. कविता में हाथ बैठाना शब्द मनुष्यता के प्रतीक के रूप में प्रकट होते हैं. ഈ കവിതയിൽ ഹാത്ത് ബെഠാന എന്ന ആ വാക്ക്, കരങ്ങൾ നീട്ടുന്നു എന്ന് പറയുന്ന ആ വാക്ക് മനുഷ്യതാ കെ പ്രതീക് കെ രൂപ में प्रकट होते हैं, മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടാണ് പ്രകടമാകുന്നത്. തുഗാന്ത് പങ്ക്തിയോं का प्रयोग, അന്ത്യപ്രാസമുള്ള വരികളുടെ പ്രയോഗം. ജैसे ഉദാഹരണമായിട്ട് पंक्तियों के अंत में नहीं जानता था का बयान, വരികളുടെ അവസാനത്തിലെ നഹീൻ ജാൻതാ എന്നും അടുത്ത വരിയിൽ ജാൻതാ എന്നും വർണ്ണിക്കുന്നത് കവിത की शोभा बढ़ाती है, കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ കവിതയിൽ ഈ പ്രാസമുള്ള വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നുണ്ട്. इस कविता की गीतात्मकता सराहनीय है, അതുകൂടാതെ ഈ കവിതയുടെ താളാത്മകത വളരെയധികം പ്രശംസനീയമാണ്. ठीक है बच्चों, आगे हमें टिप्पणी में एक उपसंहार लिखना है. അപ്പോൾ ഇനി നമുക്ക് ഈ ആസ്വാദന കുറിപ്പിൽ ഒരു കൺക്ലൂഷൻ ആണ് എഴുതേണ്ടത്. उपसंहार में कविता या कवितांश पर अपना विचार एवं उसकी प्रासंगिकता को सूचित करना है. അപ്പോൾ അതിന്റെ ആ കൺക്ലൂഷനിൽ ഈ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കവിതാഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അതോടൊപ്പം തന്നെ അവയുടെ കാലിക പ്രസക്തിയുമാണ് നാം സൂചിപ്പിക്കേണ്ടത്. तो यहाँ उपसंहार किस प्रकार होना है, जरा देखिए. അപ്പോൾ ഇവിടെ ഈ ഉപസംഹാർ കൺക്ലൂഷൻ എപ്രകാരമാണ് എഴുതേണ്ടതെന്ന് നോക്കൂ. प्रस्तुत पंक्तियों से जो आशय निकलता है वो बिल्कुल प्रासंगिक है. കവിതയുടെ ഈ വരികളിലൂടെ ലഭ്യമാകുന്ന ആശയം वो बिल्कुल प्रासंगिक है, അത് പൂർണ്ണമായിട്ടും കാലിക പ്രസക്തിയുള്ളതാണ്. समाज के हताश लोगों की सहायता करने के लिए हमें उसकी हताशा, असहायता या संकट को जानना काफी है. समाज के ഒരു സമൂഹത്തിലെ ഹതാശ് ലോഗോം की सहायता करने के लिए, നിരാശരായ ജനങ്ങളെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ വിഷമത്തിലായിരിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് ഹമേ ഉസ്കി ഹതാശ, നമ്മൾ ആ മനുഷ്യരുടെ നിരാശ അല്ലെങ്കിൽ അസഹായത, അവന്റെ നിസ്സഹായ അവസ്ഥ, യാ സങ്കട് കോ ജാൻന കാഫി ഹെ, അതുമല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുക എന്നതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അന്യ കിസി ഭി പ്രകാർ കി ജാൻകാരിയോ കി ജരൂരത് നഹി, അതായത് ആ വ്യക്തിയെക്കുറിച്ച് മറ്റ് യാതൊരുവിധ അറിവുകളുടെയും ആവശ്യമില്ല. അർത്ഥാത് മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന ഹെ, അതായത് ഒരു മനുഷ്യനെ നാം മനുഷ്യനായി കാണുവാൻ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. देखिए बच्चों, उपसंहार के बाद हमें सोचना है टिप्पणी के लिए एक उचित शीर्षक देने के संबंध में. ഇപ്പോൾ ഒരു കൺക്ലൂഷനും കൂടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആസ്വാദന കുറിപ്പിന് എന്ത് പേര് കൊടുക്കാം എന്നുള്ളതാണ്. പേര് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് കൊടുക്കണം, ഒരു പേര് കൊടുക്കേണ്ടത് ആവശ്യമാണ്. टिप्पणी की शुरुआत में शीर्षक के रूप में हम कविता का नाम दे सकते हैं. അപ്പോൾ ഈ ടിപ്പണിയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ ശീർഷകമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കവിതയുടെ പേര് തന്നെ അവിടെ കൊടുക്കാം. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ആസ്വാദന കുറിപ്പിന് പേര് കൊടുക്കാവുന്നതാണ്. യാ അന്യ കിസി നാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. ജैसे മനുഷ്യക്കോ മനുഷ്യക്ക് തരാ ജാനോ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കൂ, ആ ഒരു പേര് കൊടുക്കാവുന്നതാണ്. യാ മനുഷ്യോं के बीच മനുഷ്യതാ ഹോനാ ഹെ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം ഉണ്ടാവണം, അത്തരത്തിലൊരു പേര് കൊടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഹതാശാക്കോ ജാനോ വ്യക്തിക്കോ നഹി, നിരാശയെ അറിയൂ അല്ലാതെ വ്യക്തിയെ അല്ല, അത്തരത്തിലൊരു പേരും നമുക്കവിടെ കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കവിതയുടെ പേര് ശീർഷമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു പേര് വേണമെങ്കിലും അവിടെ ശീർഷമായിട്ട് കൊടുക്കാവുന്നതാണ്. देखिए बच्चों, यहाँ आस्वादन टिप्पणी के एक नमूने से परिचित होने का अवसर मिला है. അപ്പോൾ ഇവിടെ നമുക്ക് ആസ്വാദന കുറിപ്പിന്റെ ഒരു മാതൃക പരിചയപ്പെടാൻ കഴിയും. यदि परीक्षा में टिप्पणी की जगह कवि और कविता का परिचय देते हुए पंक्तियों का आशय लिखे, ऐसा एक सवाल आएगा तो क्या लिखेंगे? देखिए, वो പരീക്ഷയ്ക്ക് ടിപ്പണി ചോദിക്കാതെ അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പ് എഴുതാൻ ചോദിക്കാതെ പകരം ചോദിക്കുകയാണ് കവി ഓർ കവിതാ കാ പരിചയ ദേത്തെ ഹുയെ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പങ്ക്തിയും കാ ആശയ ലിഖേ, ഈ വരികളുടെ ആശയം എഴുതാം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹം ക്യാ ലിഖേംഗെ, നാം എന്താണ് അവിടെ എഴുതുക? हाँ, ऐसा एक सवाल है तो हमें भूमिका लिखने के बाद पंक्तियों का आशय और उपसंहार मात्र लिखना है. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ആസ്വാദന കുറിപ്പ് ചോദിക്കാതെ പകരം കവി ഓർ കവിതാ കാ പരിചയ ദേത്തെ ഹുയെ പങ്ക്തിയോ കാ ആശയ ലിഖേ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വരികളുടെ ആശയം എഴുതാം എന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? ഈ ആസ്വാദന കുറിപ്പിൽ പ്രതിപാദിച്ച ഭൂമിക, അതിന്റെ ആമുഖവും, ഫിർ പങ്ക്തിയോ കാ ആശയ, വരികളുടെ ആശയവും, और ഉപസംഹാർ മാത്ര ലിഖന ഹെ, അതിന്റെ കൺക്ലൂഷൻ പാരഗ്രാഫും കൂടെ എഴുതിയാൽ മതി. ഏത് ഒഴിവാക്കാൻ കഴിയും നമുക്ക്? तीसरे अनुच्छेद में चर्चित कविता की भाषा एवं रूप रचना के संबंध में लिखने की जरूरत नहीं. ഇവിടെ നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ പ്രതിപാദിച്ച കവിതയുടെ ഭാഷയും അല്ലെങ്കിൽ അതിന്റെ രൂപരചന, പ്രതീകങ്ങളും വിശേഷ പ്രയോഗങ്ങളും ഗീതാത്മകതയെ കുറിച്ച് പറഞ്ഞ ആ പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. देखिए बच्चों, यदि आपको कविता की शेष पंक्तियों के आधार पर टिप्पणी लिखना है तो लिख सकते हैं. അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റൊരു ടിപ്പണി കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ കവിതയുടെ ശേഷിക്കുന്ന 6 വരികളുടെയും ആസ്വാദന കുറിപ്പ് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാൻ കഴിയുന്നതാണ്. മൊത്തം ബഹുത് ആസാൻ ഹെ, വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ടിപ്പണി ഇവിടെ എഴുതിയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ടിപ്പണി എഴുതുക വളരെ എളുപ്പമാണ്. इसके लिए पहली टिप्पणी के दूसरे अनुच्छेद मात्र बदलना है. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? ആദ്യം നമ്മളിപ്പോൾ എഴുതി പഠിച്ച ആ ടിപ്പണിയുടെ രണ്ടാമത്തെ പാരഗ്രാഫ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? കവിതയുടെ അല്ലെങ്കിൽ ആ വരികളുടെ ആശയമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ആ ഭാഗം മാത്രം ഒന്ന് മാറ്റിയാൽ നമുക്ക് കവിതയുടെ ശേഷിക്കുന്ന വരികൾക്ക് കൂടെ ആസ്വാദന കുറിപ്പ് എഴുതാവുന്നതാണ്. तो देखिए, कविता की शेष पंक्तियों को लेकर टिप्पणी कैसे लिख सकते हैं? അപ്പോൾ കവിതയുടെ ശേഷിക്കുന്ന ആ 6 വരികൾക്കും ഒരു ആസ്വാദന കുറിപ്പ് എപ്രകാരം എഴുതാമെന്ന് നമുക്ക് നോക്കാം. പരീക്ഷ में प्रश्न तो इस प्रकार होंगे. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇപ്രകാരമായിരിക്കും. देखिए, मेरा हाथ पकड़कर वो खड़ा हुआ, मुझे वो नहीं जानता था, मेरे हाथ बैठाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. कवि और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखे. അവിടെ ചോദ്യം ഇപ്രകാരം വരും: കവി और कविता का परिचय देते हुए, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശ पर टिप्पणी लिखे. ഈ വരികൾക്ക് അല്ലെങ്കിൽ ഈ കവിതാംശത്തിന് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാം. देखिए बच्चों, यहाँ भी हमें भूमिका लिखनी है. അപ്പോൾ ഇവിടെയും നമുക്ക് ആമുഖം എഴുതേണ്ടതായിട്ടുണ്ട്. लेकिन भूमिका तो ठीक वैसे ही लिख सकते हैं जैसे पहली टिप्पणी में हो. എന്നാൽ ഇവിടെ നമുക്ക് ആമുഖം ഏത് എഴുതിയാൽ മതി? ആ ഒന്നാമത്തെ ടിപ്പണിയിൽ നമ്മൾ പ്രതിപാദിച്ച അതേ ആമുഖം തന്നെ ഇവിടെ എഴുതിയാൽ മതി. യാതൊരു മാറ്റവും അവിടെ വരുത്തേണ്ടതില്ല. तो देखिए भूमिका कैसे लिखेंगे. श्री विनोद कुमार शुक्ल समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है. श्री विनोद कुमार शुक्ल വർത്തമാനകാല ഹിന്ദി സാഹിത്യ രംഗത്ത് കവി കഥാകൃത്ത് എന്ന നിലയ്ക്ക് വളരെയധികം വിഖ്യാതനാണ്. आपकी सुंदर एवं सरल कविता है हताशा से एक व्यक्ति बैठ गया था. അദ്ദേഹത്തിന്റെ വളരെ മനോഹരവും ലളിതവുമായ കവിതയാണ് हताशा से एक व्यक्ति बैठ गया था എന്ന കവിത. इस कविता में
कवि व्यक्ति को जानने की हमारी जानी पहचानी रूढ़ി को तोड़ देते हैं. അപ്പോൾ ഈ കവിതയിലൂടെ കവി ഒരു വ്യക്തിയെ അറിയുക എന്നുള്ളതിന്റെ ഹമാരി ജാനി പേച്ചാനി रूढ़ी को तोड़ देते हैं. നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന रूढ़ी को तोड़ देते हैं ട്രഡീഷണൽ മീനിങ്ങിനെ അല്ലെങ്കിൽ ആ പരമ്പരാഗതമായ അർത്ഥത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. देखिए आगे हमें पंक्तियों का आशय लिखना है. ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ്? രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഈ തന്നിരിക്കുന്ന 6 വരികളുടെയും ആശയമാണ് എഴുതേണ്ടത്. ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മളൊന്ന് മാറ്റി എഴുതേണ്ടി വരുന്നത്. ഒന്നാമത്തെ ടിപ്പണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റി എഴുതേണ്ടി വരുന്നത് ഈ ആശയം എഴുതേണ്ടുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് മാത്രമാണ്. तो देखिए वो किस प्रकार लिख सकते हैं. നോക്കുക എങ്ങനെയാണ് നമുക്ക് ആ ആശയം എഴുതേണ്ടുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതാവുന്നത്. കവിത की प्रस्तुत पंक्तियों में कवि कहते हैं. കവിതയുടെ ഈ വരികളിലൂടെ കവി നമ്മോട് പറയുന്നു कि नाम पता उम्र ओहदा जाति आदि के बारे में कोई जानकारियां न होने पर भी ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്, വയസ്സ്, പദവി, ജാതി മുതലായവയെ കുറിച്ചുള്ള യാതൊരുവിധ അറിവുകളും ഇല്ലാതിരുന്നിട്ടുകൂടി वो हताश व्यक्ति उनका हाथ पकड़कर खड़ा हुआ. ആ നിരാശനായ മനുഷ്യൻ, ആ വിഷമത്തിലായിരുന്ന മനുഷ്യൻ ഉൻകാ ഹാത്ത് പകഡ്കർ ഖടാ ഹുവ കവിയുടെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. वो सिर्फ इतना जानता था कि उसकी मदद करने के लिए ही कवि का हाथ बैठा रहा था. അപ്പൊ ആ മനുഷ്യന് കേവലം അറിയാമായിരുന്നത് ഉസ്കി മദദ് കർനെ കെ ലിയേ ഹി അയാളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കവി കാ ഹാത്ത് ബെഠാ രഹാ ഥ കവിയുടെ കരങ്ങൾ നീട്ടപ്പെട്ടതെന്ന്. അതാ ഉൻകാ ഹാത്ത് പകഡ്കർ വോ ആകെ ബെഡ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിയുടെ കരങ്ങളിൽ പിടിച്ച് വോ ആകെ ബെഡ ആ മനുഷ്യൻ മുന്നോട്ട് നീങ്ങി. ഏക് ദൂസരെ കോ നഹീം ജാൻനെ പർ ഭി പരസ്പരം അറിഞ്ഞുകൂടാതിരുന്നിട്ടും ദോനോ സാത്ത് ചലനെ കോ ജാൻതേ ഥേ രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് അറിയാമായിരുന്നു. വാസ്തവമേ ദൂസരോ കോ മദദ് കർനെ വാസ്തവത്തിൽ മറ്റൊരാളെ സഹായിക്കുന്നതിനോ യാ ദൂസരോ കി മദദ് സ്വീകാർ കർനെ കെ ലിയേ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുന്നതിനോ വൈയക്തിക ജാൻകാരിയോ കി ജരൂരത് നഹി വ്യക്തിപരമായി അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. देखिए आगे हमें टिप्पणी का तीसरा अनुच्छेद लिखना है. പിന്നെ നമുക്ക് ഈ ടിപ്പണിയുടെ മൂന്നാമത്തെ പാരഗ്രാഫാണ് എഴുതേണ്ടത്. तीसरा अनुच्छेद पहली टिप्पणी की तरह लिखना चाहिए. ആ മൂന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ ആദ്യത്തെ ടിപ്പണിയിൽ എഴുതിയതുപോലെ തന്നെ എഴുതിയാൽ മതിയാവും. उसमें कोई बदलाव लाने की जरूरत नहीं. അപ്പൊ അതിൽ യാതൊരുവിധ മാറ്റവും വരുത്തേണ്ടത് ഇല്ല. देखिए ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും കവിത की भाषा सरल है. കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. അതാ ഇസേ വ്യാഖ്യാ की जरूरत नहीं है. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. यहाँ कवि ने जानना शब्द के लिए एक विशेष अर्थ दे दिया है. ഇവിടെ കവി ജാന്ന എന്ന വാക്കിന് ഒരു സവിശേഷമായ അർത്ഥം തന്നെ നൽകിയിട്ടുണ്ട്. വൈയക്തിക ജാൻകാരി के स्थान पर हताशा को जानने को महत्व देते हैं. വ്യക്തിപരമായ അറിയുക എന്നതിലുപരിയായി हताशा को जानने को महत्व देते हैं. നിരാശയെ അല്ലെങ്കിൽ വിഷമത്തെ അറിയുക എന്നുള്ളതിന് ഇവിടെ പ്രാധാന്യം നൽകുന്നു. കവിത മേ ഹാത്ത് ബെഠാന ശബ്ദ അപ്പൊ ഈ കവിതയിൽ ഹാത്ത് ബെഠാന എന്ന ഈ വാക്ക് കരങ്ങൾ നീട്ടുക എന്ന് പറയുന്ന ഈ വാക്ക് മനുഷ്യനാക്കി പ്രതീക രൂപമേ പ്രകട ഹോത്തെ ഹെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടാണ് പ്രകടമാകുന്നത്. തുകാന്ത് പങ്ക്തിയോം കാ പ്രയോഗ അന്ത്യപ്രാസമുള്ള വരികളുടെ പ്രയോഗം. ജैसे പങ്ക്തിയോം കെ അന്തുമേ നഹീ ജാൻതാ ഥാ ജാൻതാ ഥാ കാ ബയ. ഉദാഹരണമായിട്ട് വരികളുടെ അവസാനത്തിൽ നഹീം ജാൻതാ ഥാ അല്ലെങ്കിൽ ജാൻതാ ഥാ എന്നുള്ള ഈ വർണ്ണന കവിത की ശോഭ बढ़ाती है കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇസ് കവിത की ഗീതാത്മകത സരാഹനീയ है ഈ കവിതയുടെ താളാത്മകത വളരെയധികം പ്രശംസനീയമാണ്. അപ്പൊ ഇത്തരത്തില് ഈ മൂന്നാമത്തെ പാരഗ്രാഫ് അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ टिप्पणिയിലും എഴുതാവുന്നതാണ്. देखिए आगे हमें इस टिप्पणी के लिए एक उपसंहार लिखना है. ഇനി നമുക്ക് ഈ ആസ്വാദന കുറിപ്പിന് ഒരു കൺക്ലൂഷൻ ആണ് എഴുതേണ്ടത്. ഉപസംഹാർ ഫി പെഹ്ലി टिप्पणी की तरह लिखना है. ആ ഉപസംഹാർ അല്ലെങ്കിൽ കൺക്ലൂഷനും നമുക്ക് ആ ഒന്നാമത്തെ टिप्पणिയിൽ എഴുതിയ
അതേ രീതിക്ക് തന്നെ അല്ലെങ്കിൽ അതേ കൺക്ലൂഷൻ തന്നെ ഇവിടെ എഴുതാവുന്നതാണ്. യാതൊരുവിധ മാറ്റവും അതിൽ വരുത്തേണ്ടതില്ല. സര देखिए प्रस्तुत पंक्तियों से जो आशय निकलता है वो बिल्कुल प्रासंगिक है. ഈ വരികളിലൂടെ ലഭ്യമാകുന്ന ആശയം वो बिल्कुल प्रासंगिक है. അത് തികച്ചും കാലിക പ്രസക്തിയുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. समाज के हताश लोगों की सहायता करने के लिए സമൂഹത്തിലെ നിരാശരായ വ്യക്തികളെ അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിന് ഹമേ ഉസ്കി ഹതാശ അസഹായത യാ സങ്കട് കോ ജാനന കാഫി ഹെ. നാം അവന്റെ നിരാശയോ നിസ്സഹായാവസ്ഥയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ മാത്രം അറിഞ്ഞാൽ മതി. അന്യ കിസി ഭി പ്രകാർ കി ജാൻകാരിയോ കി ജരൂരത് നഹി. മറ്റു യാതൊരു തരത്തിലുള്ള അറിവുകളുടെയും ആവശ്യം അവിടെ ഇല്ല. അയാളുടെ പേരോ വയസ്സോ മറ്റൊന്നും തന്നെ നമ്മളോട് അറിയേണ്ടത് ഇല്ല. അർത്ഥാത് മനുഷ്യക്കു മനുഷ്യക്ക് തരാ ജാനാ ഹെ. അതായത് മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. देखिए बच्चों, अंत में हमें इस टिप्पणी के लिए एक शीर्षक देना है. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ ആസ്വാദന കുറിപ്പിന് ഒരു പേര് കൊടുക്കേണ്ടതുണ്ട്. शीर्षक भी हम पहली टिप्पणी की तरह लिख सकते हैं. പേരും നമുക്ക് ആദ്യത്തെ ആ ടിപ്പണിയിൽ കൊടുത്ത അല്ലെങ്കിൽ അവിടെ പരാമർശിച്ച ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതിയാവും. കവിത കാ നാം ശീർഷക के रूप में दे सकते हैं. ആ കവിതയുടെ പേര് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ശീർഷമായിട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ ആദ്യത്തെ ടിപ്പണി എഴുതിയ സമയത്ത് നമ്മൾ പരാമർശിച്ച മറ്റേതെങ്കിലും ഒരു പേര്, ജയ്സെ മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനോ, മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കൂ. മനുഷ്യോങ്കി ബീച്ച് മനുഷ്യതാ ഹോനാ ഹെ, മനുഷ്യർക്കിടയിൽ മനുഷ്യത്വമാണ് ഉണ്ടാവേണ്ടത്. അതുമല്ലെങ്കിൽ ഹതാശാക്കോ ജാനോ വ്യക്തിക്കോ നഹി, നിരാശയെ അറിയൂ അല്ലാതെ വ്യക്തിയെ അല്ല. അപ്പൊ ഇവയിൽ ഏതെങ്കിലും ഒരു ശീർഷകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുയോജ്യമായ ഒരു ശീർഷകമോ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ठीक है बच्चों, आज हमें टिप्पणी के दो नमूनों से परिचित होने का अवसर मिला है. ഇന്ന് നമുക്ക് ആസ്വാദന കുറിപ്പിന്റെ രണ്ട് മാതൃകകൾ പരിചയപ്പെടുന്നതിന് സാധിച്ചു. अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे. धन्यवाद.